സ്വർഗസ്ഥനായ പിതാവാം ദൈവത്തിൻ്റെ നാമം ഇന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നിന്നും മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ഈ പിശാചിൻ്റെ അധീനതയിൽ കിടക്കുന്ന ഈ ലോകത്തു നിന്നും അനേക കഷ്ടങ്ങളിൽ കൂടെ, അനേകം പ്രയാസങ്ങൾ കൂടെ ദൈവരാജ്യത്ത് കടക്കണം. ദൈവരാജ്യം എന്ന് പറയുന്നത് ഇടുങ്ങിയതും ഞെരുക്കമുള്ളതുമാണ്. അതിലേക്ക് കടക്കുന്നവർ ചുരുക്കം. നാശത്തിൻ്റെ പാതയോ വിശാലതയേറിയത്, അതിലേക്ക് കടക്കുന്നവർ അനേകരാണ്. സത്യം അന്വേഷിക്കുന്നവർ ചുരുക്കമാണ്. എല്ലാവരും ദൈവത്തെ വിളിക്കുന്നു. ഈ ഭൂമിയിൽ ജീവിക്കുവാനും, ഈ ഭൂമിയിൽ ധനവാനായിട്ട് ജീവിക്കുവാനും, രോഗം മാറ്റുവാനും, മറ്റു സമൃദ്ധിയോടെ എല്ലാ തരത്തിലും സമൃദ്ധിയിൽ ജീവിക്കുവാനാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ ലോകം ഐകികമല്ല, രാജ്യം വേറെയാണ്. ഈ ലോകത്ത് നമുക്കൊരു ശരീരം തന്നിരിക്കുന്നു, അതിനുള്ളിൽ ഒരാത്മാവ് വസിക്കുന്നു. ആ ആത്മാവിനെ രക്ഷപ്പെടുത്തുവാൻ, ആ ആത്മാവിന് വേണ്ടുന്നത് ഡെയിലി കൊടുക്കുവാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ? ആ ആത്മാവ് നിത്യതയിലേക്ക് പോകേണ്ടതാണ്. മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ ആത്മാവ് ദൈവത്തിൻ്റെ പദ്ധതിയിൽ പ്രവേശിക്കണം. ദൈവത്തെ അറിയുന്നവർക്ക്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ഒരുക്കിയിരിക്കുന്നത് കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. അത്രയ്ക്ക് പദവിയാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. ആ രക്ഷ അനുഭവിക്കണമെങ്കിൽ ദൈവാത്മാവിൽ എപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന വചനങ്ങളും ദൈവത്തിൻ്റെ പാതയിൽ കൂടെ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. അനേകർ സുവിശേഷം പറയുന്നത് സത്യമാണോ എന്ന് വചനങ്ങൾ വായിച്ച് മനസ്സിലാക്കി മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്. പിശാച് തന്ത്രപൂർവം ഈ അന്ത്യനാളിൽ ഒരു മനുഷ്യനെയും ആ ദൈവരാജ്യത്ത് കടക്കാതിരിക്കാനാണ് അവൻ്റെ ശ്രമം. അപ്പോൾ ബുദ്ധിയുള്ളവരായി ദൈവത്തെ അന്വേഷിക്കുന്ന, ദൈവരാജ്യം എന്താണെന്നും അത് അന്വേഷിക്കുന്നവർക്ക് ദൈവം വെളിപ്പെടുത്തി തരും. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്നാണ് ദൈവം അന്വേഷിക്കുന്നത്. അനേകം കഷ്ടങ്ങളും പ്രയാസങ്ങളിൽ കൂടെ വേണം ദൈവരാജ്യത്ത് കടക്കുവാൻ. ദൈവരാജ്യം എന്ന് പറയുന്നത് അത് വേറൊരു രാജ്യമാണ്. അതിലേക്ക് കടക്കാനുള്ള സകല പ്രമാണങ്ങളും വചനങ്ങളും സകലതും നമുക്ക് തന്നിട്ടുണ്ട്. എന്ത് തിന്നും, എന്ത് കുടിക്കും, അല്ലെ എങ്ങനെ ജീവിക്കും, അല്ലെ രോഗം വന്നു എങ്ങനെ മുൻപോട്ട് പോകും എന്നുള്ള വിചാരങ്ങളൊക്കെ മനസ്സിൽ വെച്ച് ദൈവരാജ്യം അടച്ചു കളയുന്നു. മനുഷ്യർക്കൊക്കെ അസുഖം വന്ന് ആശുപത്രിയിൽ കയറി മരുന്ന് കഴിച്ച് അവസാനം വരെ മരുന്ന് കഴിച്ച് ഒടുവിൽ ആ രോഗം പിടിച്ച് മരിച്ചു പോകുന്നു. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടെങ്കിൽ ദൈവം സകലതും നമുക്ക് ദൈവപുത്രനിലൂടെ തന്നിരിക്കുന്നു. സകല ജ്ഞാനത്തിലും ദൈവപുത്രൻ്റെ തലയോളം വളരുവാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തെ അന്വേഷിക്കുക തന്നെ വേണം. ദൈവത്തെ അറിയുന്ന ബുദ്ധിമാനായിട്ട് മുൻപോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ പലരും പല രീതിയിലും വചനങ്ങൾ പറഞ്ഞ് മനുഷ്യരെയൊക്കെ തെറ്റിക്കുവാൻ ആ പിശാചിൻ്റെ ആ തന്ത്രം
ഈ ലോകത്ത് സുഖസൗകര്യമായി ജീവിക്കുവാനും സമ്പത്തോടെ ജീവിക്കുവാനും സകലവിധ കാര്യങ്ങളും മനുഷ്യൻ പലതും വെട്ടിപ്പിടിക്കുന്നു. പക്ഷെങ്കിൽ ആരും തന്നെ ഇവിടെ ജീവിക്കാൻ ആർക്കും പറ്റത്തില്ല. എല്ലാവരും മരണപ്പെട്ട് ആ ദൈവം ഒരുക്കിയിരിക്കുന്ന ആ പദ്ധതിയിൽ പ്രവേശിക്കാതെ തന്നെ പോവുകയാണ്. അപ്പോൾ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ആ ദൈവം വെച്ചിരിക്കുന്ന ആ വ്യവസ്ഥയിൽ കൂടെ പോകേണ്ടതായിട്ടുണ്ട്. ദൈവം തന്നിരിക്കുന്ന കൽപ്പനകൾ അനുസരിക്കണം. ദൈവം സകല അനുഗ്രഹങ്ങളും നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ ഉള്ളിലാണ് ദൈവത്തിൻ്റെ മന്ദിരം. നമ്മളാണ് ദൈവത്തിൻ്റെ മന്ദിരം. ദൈവം നമ്മുടെ ഉള്ളിലാണ് വസിക്കുന്നത്. പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്ന സൃഷ്ടാവായ ദൈവപുത്രനിലൂടെ നമുക്ക് ആ വഴി കാട്ടിത്തന്നിട്ടുണ്ട്. ആ പാതയിൽ കൂടെ തന്നെ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. ഈ ലോകം ഐക്യമല്ലാത്തതുകൊണ്ട് വരുവാനുള്ള ആ രാജ്യത്തിൻ്റെ അവകാശിയായി വാഴുവാൻ എല്ലാവരും ശ്രമിക്കണം. ദൈവരാജ്യത്ത് ഒരുക്കിയിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ദൈവാത്മാവ് ഉള്ളിൽ പ്രവർത്തിക്കണം. അനേകം കഷ്ടങ്ങളിൽ കൂടെ വേണം ദൈവരാജ്യത്ത് കടക്കുവാൻ. കഷ്ടമില്ലാത്തവർ ആരും ഈ ദൈവത്തെ അറിയത്തില്ല. കഷ്ടങ്ങളുണ്ടെങ്കിലേ ദൈവത്തെ അറിയാൻ പറ്റത്തുള്ളൂ. ഈ ലോകത്ത് ജീവിക്കുവാൻ സമ്പത്ത് കൂടിക്കഴിഞ്ഞാൽ ദൈവത്തെ അന്വേഷിക്കത്തില്ല, ദൈവത്തെ അറിയാൻ താല്പര്യപ്പെടത്തില്ല. കാര്യം ആത്മാവ് ഉണ്ടെന്നും നിത്യജീവനുണ്ടെന്നും മനസ്സിലാക്കത്തില്ല. ഈ ലോകത്ത് എല്ലാ നന്മകളും അനുഭവിച്ച് പോകുന്നവർക്കത് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കുക, ദൈവം പറഞ്ഞ കൽപ്പനകൾ അനുസരിക്കുക, ശബത്ത് എന്ന സ്വസ്ഥതയിൽ പ്രവേശിക്കുക. ഇസ്രായേലിൻ്റെ ദൈവത്തെയാണ് വിളിക്കുന്നതെങ്കിൽ ശബത്തിനെ ഫോളോ ചെയ്യണം. ശനിയാഴ്ച ദിവസത്തെ സ്വസ്ഥതയിൽ പ്രവേശിക്കണം. ഈ വചനം എഴുതിയ യഹൂദന്മാർ ഇസ്രായേലിൽ അവരെവിടെ പോയാലും ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കും. ഈ ദൈവത്തിൻ്റെ പദ്ധതിയിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. ആ ചെറിയൊരു രാജ്യത്തെ കാത്തു പരിപാലിക്കുന്നത് കണ്ടാൽ മനസ്സിലാകും. അതുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനായിട്ട് ദൈവത്തെ അന്വേഷിക്കണം. ദൈവം വച്ചിരിക്കുന്ന കൽപ്പനകൾ അനുസരിക്കണം. ഇതെല്ലാം ആവശ്യം തന്നെയാണ്. ഈ ലോകത്തെ നന്മകൾ അനുഭവിച്ച് ആ ദൈവരാജ്യം ഒരുക്കിയിരിക്കുന്ന എന്താണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകണമെങ്കിൽ ദൈവകൽപ്പനകൾ അനുസരിക്കണം. ദൈവം പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകളുണ്ട്. മരണത്തെയും പാതാളത്തെയും ജയിച്ച നമ്മുടെ കർത്താവായ യഹോശുവ മശിഹായിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. മരണത്തിനെ ജയിച്ച ആ കർത്താവിൻ്റെ പാത പിന്തുടരുക. ആ കർത്താവിൻ്റെ വചനങ്ങൾ അനുസരിക്കുക. പ്രൈസ് ദി ലോർഡ്.